ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ആക്ച്വലി ഞാൻ ആക്രാന്തം പിടിച്ച് അൺബോക്സ് ചെയ്തു. കാരണം ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു എനിക്ക് ഗിഫ്റ്റ് എന്ന് വേണേൽ പറയാം. ഗിഫ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ കാര്യം മറക്കില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എന്താ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം എനിക്ക് തോന്നുന്നു എൻ്റെ പോയ അക്കൗണ്ട് നോക്കുന്ന എനിക്ക് പല സൗണ്ട്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ബട്ട് നിങ്ങൾ കേൾക്കലേ, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, എന്താ വെച്ചാൽ എൻ്റെ കഴിഞ്ഞ അക്കൗണ്ട് അതായത് എൻ്റെ വേറെ എനിക്ക് ഈ അക്കൗണ്ടിന് മുന്നേ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടിന് മുന്നേ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. പുണ്യേനെ, അവളെൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം അവിടെ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈം എൻ്റെ അമ്മ വിളിച്ചു, എനിക്കെന്തോ പാഴ്സലുണ്ട് എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ കേട്ടാൽ അത് കേൾക്കാത്ത അത് നേരെ അങ്ങോട്ട് ചെന്ന് പൊട്ടിക്കാൻ. ഞാൻ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ എടുത്ത് വെറുതെ പിടിച്ച് വീഡിയോ എടുത്ത് ക്ലാരിറ്റിയും ആയില്ല. അപ്പം ഞാൻ പൊട്ടിച്ചത് ഈ ഒരു കാറായിരുന്നു. കണ്ടില്ലേ, ഒരു നല്ല കാറായിരുന്നു. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു കാറായിരുന്നു. കണ്ടില്ലേ, പക്ഷേ നമ്മൾ ഇത് നോക്കണേ, ഇങ്ങോട്ട് റിവേഴ്സ് അടിച്ചാൽ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പം ഞാൻ ആലോചിച്ചത് എന്തിനാണ് കിട്ടിയത്, എന്തിനായിരിക്കും കിട്ടിയതെന്ന് ഞാൻ ബാലരമ വാങ്ങിക്കുന്നുണ്ട് 2 മാസമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനായിരിക്കും കിട്ടിയത് എന്ന് ഞാൻ ആദ്യം വലിയ കാര്യമൊന്നും ആക്കിയില്ല. അപ്പം ഞാൻ എൻ്റെ കിട്ടിയ ബാലരമയെല്ലാം ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം തൊട്ടാണ് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ എല്ലാ ബാലരമയും എടുത്ത് നോക്കി. ഈ ബാലരമയ്ക്കകത്ത് ഒരു സ്പെഷ്യലുണ്ട്. എന്തിനെനിക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ, ബാലരമ വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഒരു സെൽഫി വിത്ത് ബാലരമ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരിക്കുമെന്ന്. കണ്ടില്ലേ, അതിനകത്ത് എന്താ വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം. ഇവിടെ ഒരു ബോക്സ് കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ ആൻസർ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ബാലരമയുടെ ജിമെയിൽ വഴി അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്ത് ഇതിനകത്തൊരു സംഭവം ഉണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കാം. ഇത് ഞാൻ വായിച്ചതുമാണ് ബാലരമ, ഞാൻ വലിയ മൈൻഡ് ആക്കിയില്ല. നോക്കിയപ്പം ഗൈസ്, എൻ്റെ ഫോട്ടോ ഇതിനകത്ത് എനിക്ക് കാണാമെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ഫോട്ടോ ഇതിനകത്ത് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി. ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും അത് പാതിരാത്രിക്കൊക്കെ ആയിരുന്നു ഞാൻ നോക്കിയത്. ആരും ഉറങ്ങിയിട്ടില്ല. അത്ര പാതിരാത്രി ഒന്നുമല്ല. ഞാൻ പോയി നോക്കി. എന്നാലും എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഗേസ്. ഇത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഗേസ്. അപ്പം ഈ ബാലരമയിലായിരുന്നു ഞാൻ ആൻസർ എഴുതിയത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ താജ്മഹലിനെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിരുന്നു. ആധുനിക ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന സ്മാരകമാണ് താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി പണിക്കപ്പിടിച്ച ഈ മാർബിൾ വിസ്മയം എവിടെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പം ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ആഗ്രയിലാണ്. അങ്ങനെ ഞാൻ ആൻസർ എഴുതി. ഞാൻ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് ജിമെയിൽ വഴി ബാലരമയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പം ഇത് ഫസ്റ്റ് വാങ്ങിച്ച ബാലരമയാണ് ഈ ബാലരമ. കണ്ടില്ലേ, ബാലരമ ഞാൻ ഫസ്റ്റ്, വേറെ സൗണ്ട്സൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഫസ്റ്റ് വാങ്ങിച്ച ബാലരമയായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ചുമ്മാ വന്നാലും ഇല്ലേലും ഒന്നും സാരമില്ല, വന്നാൽ വരട്ടെ, പോയാൽ പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഇടുമായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഫോട്ടോ ഒന്ന് ബാലരമയ്ക്കകത്താണ് ഞാൻ വായിച്ചതും. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗൈസ്. കണ്ടില്ലേ, നല്ലൊരു കാറായിരുന്നു എനിക്ക് കിട്ടിയത്. നല്ല രസമുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇല്ല, ഇങ്ങനെ റിവേഴ്സ് ഇങ്ങനെ നമ്മൾ വിട്ടാൽ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. സോ ഞാൻ ഇത് പറയാൻ വേണ്ടിയാണ് ഗൈസ് വന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെ കുട്ടി കുട്ടി വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ പിന്നെ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.